ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നിഫ്റ്റി ഇന്നത്തെ പെർഫോമൻസ് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് നാളത്തെ വാച്ച് ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റി പെർഫോം ചെയ്യുന്ന കാര്യം പറയുന്നതിന് മുന്നേ നമ്മുടെ വാച്ച് ലിസ്റ്റ് സ്റ്റോക്കുകളെല്ലാം മേജർലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 വീക്സ് ആയിട്ടുള്ള സ്റ്റോക്സ് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് മുന്നേ നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒരു പ്രൈസ് ആക്ഷനും ഒന്നും നടന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നിഫ്റ്റി. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു 25,600 ആ റേഞ്ചിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ ഡൗൺ സൈഡ് തന്നെ ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന്. ബട്ട് നിഫ്റ്റി അതിന് താഴെയാണ് തുടങ്ങിയത്. ആൻഡ് പതിവ് പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയുള്ള പ്രൈസ് ആക്ഷൻ നമുക്ക് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള പ്രൈസ് ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഏത് റേഞ്ച് ബ്രേക്ക് ചെയ്യണം? സെയിം 25,600 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റിയിൽ പോസിറ്റീവായിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിഫ്റ്റി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സപ്പോർട്ട് 25,400 എന്നുള്ള ഈ ഒരു ചെറിയ റേഞ്ചാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നിഫ്റ്റിക്ക് ആ ഒരു റേഞ്ച് നാളെ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി താഴോട്ട് തന്നെയായിരിക്കും വരുന്നത്. ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിഫ്റ്റി ഈ ഒരു സോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു റേഞ്ചില്ലേ നമ്മൾ പറയാമല്ലോ, ഈ ഒരു ലോയ്ക്ക് താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ കാണും. നിഫ്റ്റിയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് കാണും. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതയും നമുക്കവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി നേരെ അങ്ങോട്ട് കയറും, ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് കയറും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഈ താഴെ വരച്ച റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മെത്തേഡാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, ഒരുപാട് ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ലോയിൽ കാണും. അപ്പോൾ ആ ലോ ബ്രേക്ക് ചെയ്ത് മേ ബി ഒന്ന് ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്ത് മുകളിലോട്ട് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഈ മൊമെൻ്റം ഉള്ള സ്റ്റോക്സിലേക്ക് നമുക്കൊന്ന് പോവാം. ഏതൊക്കെ സ്റ്റോക്സാണ് നമ്മൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്ക് തൈറോകെയർ ലിമിറ്റഡ് ആണ്. തൈറോകെയർ ലിമിറ്റഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2 വീഡിയോസായിട്ട് ഞാൻ പറയുന്നുണ്ട് തൈറോകെയർ. അപ്പോൾ ബ്രേക്ക്ഔട്ട് ആൻഡ് ഒരു ഫോളോ ത്രൂ ക്യാൻഡിലും കണ്ടിട്ടുണ്ട്. ഇന്ന് 1098 ട്രേഡ് അവസാനിപ്പിച്ചത്. ഞാൻ ഇതിലൊരു 10-20% മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 1200 and 1258 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുമെന്നാണ് വിശ്വസിക്കുന്നത് വരുന്ന വീക്സിൽ തൈറോകെയർ ലിമിറ്റഡിൽ. എൻ്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ ആയിരിക്കും, കാര്യം ഞാൻ കംഫർട്ടബിളായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ചെറിയ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 940 റേഞ്ചിന് താഴെ വന്നാൽ മാത്രമേ ഞാൻ വിൽക്കത്തുള്ളൂ. കാര്യം ചെറിയ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഞാൻ ഇതിൽ ഉറപ്പായിട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 947 താഴെ പോയാൽ മാത്രമേ ഞാനൊരു പാനിക് റേഞ്ചിലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പൊസിഷൻ കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്യും. തൈറോകെയർ നമുക്ക് വരുന്ന വീക്സിൽ 1258 എന്ന റേഞ്ചിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതാണ് AGS Vopak Terminals, ഒരു IPO സ്റ്റോക്കാണ്. ഇന്ന് നല്ല ചെറിയൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 270 റേഞ്ചിലേക്ക് നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ബട്ട് അതൊരു ടിപ്പിക്കൽ ട്രാപ്പിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. നാളെ ഇൻട്രാഡേ സാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 300 റേഞ്ചിലേക്കൊക്കെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 270, 280, 300 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തൽക്കാലം ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. ഓക്കെ, AGS Vopak Terminals. അടുത്തതാണ് ബ്ലൂ ജെറ്റ് ഇന്ന് നല്ലൊരു വോളിയം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രേഡ് 911 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ നമുക്കൊന്ന് ഒരു വാച്ച് ലിസ്റ്റിലിടാം. ആൻഡ് എബോവ് ഇന്നത്തെ ഹൈ വീണ്ടും നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഹൈക്ക് മുകളിൽ പോവുകയാണെങ്കിൽ 983 എന്നുള്ള റേഞ്ചിലേക്ക് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് 1021 EMAക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ് നിലവിൽ. ഒരു ചെറിയ 3-4 ദിവസത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ കാണുന്നുണ്ട് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ. അപ്പോൾ എല്ലാവരും ക്ലോസ്ലി ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അടുത്തതാണ് സ്കോഡ ട്യൂബ്സ് ഒരു IPO സ്റ്റോക്കാണ്. ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് സ്കോഡ ട്യൂബ്സ് മേ ബി നല്ലൊരു ബുള്ളിഷ് പ്രഷർ തരുമോ ഇല്ലേ നമുക്ക് നോക്കാം. IPO സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബൈയിങ് ഇൻട്രസ്റ്റ് ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലോസിൽ ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സ്കോഡ ട്യൂബ്സ്. അടുത്തത് SPML Infra Limited. ഞാൻ ഇന്ന് വാങ്ങിയ ഒരു സ്റ്റോക്കാണ് കേട്ടോ, ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിയ സ്റ്റോക്കാണ് SPML Infra Limited. ആൻഡ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 260 ഒക്കെയാണ് ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് നമുക്കത് ഹോൾഡ് ചെയ്യാവുന്നൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 295 to 300 റേഞ്ചിലേക്ക് ഈ വരുന്ന വീക്സിൽ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SPML Infra ഞാൻ വാങ്ങിയ സ്റ്റോക്കാണ് കേട്ടോ.
ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഇന്ന് ഒരു 251 റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനൊരു 300 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് നല്ലൊരു വോളിയവും കണ്ടു. അപ്പം സ്റ്റോക്ക് ആകെ മൊത്തം പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങളല്ല ഈ ക്ലോസ്ലി ഒന്ന് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാം. അടുത്തതാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൺകോറും നല്ല മൾട്ടി ബാഗ് റിട്ടേൺസ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺകർ ലിമിറ്റഡ് ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിൽ ചെറിയ റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആ റേഞ്ചിൽ നിന്നാണ് താഴെ വന്നത്. സോ ഈ ഒരു റേഞ്ചിൽ ചെറിയ റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. 616 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയ ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്ന് മേ ബി അപ്പ് പോകാൻ തന്നെയാണ് സാധ്യത. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇതിന് മൾട്ടി ബാഗ് റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. 651 ഉറപ്പായിട്ടും പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ വോളിയം കണ്ടിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക കേട്ടോ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത് EIEL. ആൻഡ് 208 താഴെ മാത്രമേ ഈ സ്റ്റോക്ക് ഞാൻ വീക്കായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് വരുന്ന വീക്സിൽ 294 ആൻഡ് 300-400 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് സാധ്യത ഉണ്ട്. ഇന്നും സാമാന്യം നല്ല രീതിയിലുള്ള ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്കിൽ ഇനിയും ഒരു ഫോക്കസ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി നല്ലൊരു മൊമെൻറ്റ് നമുക്ക് EIEL എന്നുള്ള സ്റ്റോക്കിൽ അടുത്ത 2-3 മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ പോവാം. ഈ സ്റ്റോക്ക് നല്ല മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ വളരെ പോസിബിലിറ്റി ഉണ്ട്. EIEL എല്ലാവരും വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഇത്രയും സ്റ്റോക്സ് മാത്രമേ ഞാൻ വീണ്ടും ഈ ഒരു ദിവസത്തേക്ക് പറയുന്നുള്ളൂ. ഈ വീക്കെൻഡ് അതായത് ശനിയാഴ്ചയോ ഞാൻ നല്ല രീതിയിലുള്ള ഒരു അനലൈസ് നടത്തിയിട്ട് കുറച്ചുകൂടെ മൊമെൻറ്റം അല്ലെങ്കിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് തരാനുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ സ്റ്റഡി ചെയ്തിട്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും സ്റ്റോക്സ് മതി. അപ്പോൾ ഇത്രയും സ്റ്റോക്സ് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു.